ആദ്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാൻ എപ്പോഴാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിൽ എനിക്ക് തരണം. നിങ്ങളോടാണ്. ഞാൻ മറുപടി പറഞ്ഞില്ല, മൗനി ബാബയാണ് 12 പ്രാവശ്യം ചോദിച്ചു. എങ്ങനെയാണ് ചോദിച്ചതെന്നറിയാം? ഒന്ന് രാവിലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് വീട്ടിൽ നിന്ന്. അപ്പം ചോദ്യം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും അകത്ത് കയറി കുളിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വീണ്ടും മൈക്ക് വെച്ച് ചോദ്യം. ഞാൻ കേരള ഹൗസിലേക്ക് കയറുമ്പോൾ ചോദ്യം, ഇറങ്ങുമ്പോൾ ചോദ്യം. പിന്നെ ഞാൻ വണ്ടിയിൽ കയറിയിരിക്കുമ്പോൾ ഒരു മൈക്ക് എൻ്റെ മുഖത്ത് വന്നാണ് ഇടിച്ചത്. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഇപ്പം നിങ്ങളോട് രഹസ്യയോട് പറയാം, എൻ്റെ മുഖത്താണ്. ഞാൻ ഒന്നും പറഞ്ഞില്ല, സത്യം. എന്നിട്ട് എന്നോട് അപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ല. എപ്പോഴാണ് പറയേണ്ടതെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും ദയവ് ചെയ്ത് എനിക്ക് തരാം. ദയവ് ചെയ്ത് എപ്പോഴാണ് ഒരു കാര്യത്തിൽ മറുപടി പറയാൻ വേണ്ടേ? ഞാൻ പഠിച്ചിട്ടല്ലേ പറയേണ്ടത്, മനസ്സിലാക്കിയിട്ടല്ലേ പറയേണ്ടത്, ഉചിതമായ സമയത്തല്ലേ പറയേണ്ടത്. ഞാൻ അങ്ങനെ ഒളിച്ചോടുന്ന ആളാണോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തി തുടങ്ങിയില്ലേ നിങ്ങളോട്? എത്ര പ്രാവശ്യം നിങ്ങൾക്ക് എല്ലാ അവസരങ്ങളും തന്നു? അപ്പം നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാനുള്ള അവകാശം പോലെ തന്നെ എനിക്ക് മറുപടി പറയാനുള്ള അവകാശം കൂടി എനിക്ക് തരണം. എന്നിട്ട് 12 പ്രാവശ്യം ചോദ്യം ചോദിച്ചിട്ട് പോയില്ല. 12 പ്രാവശ്യം, നിങ്ങൾക്ക് 24 പ്രാവശ്യം ചോദ്യം ചോദിക്കുക. എനിക്ക് മറുപടി പറയേണ്ട സമയം ഞാനല്ലേ തീരുമാനിക്കേണ്ടത്. അതെനിക്ക് തരണം. റിക്വസ്റ്റാണ്. അല്ലല്ല ഇങ്ങനെ അല്ലല്ല. ഞാൻ അങ്ങനെ ആകണമെന്നാണോ നിങ്ങൾ പറയുന്നത്? ഞാൻ ക്യാബിനറ്റ് ബ്രീഫിംഗ് നടത്തുന്ന ആളാണ്. നോ. നിങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾ ഇല്ല. ഞാനിപ്പോ വന്നിരിക്കുമല്ലേ? ഇല്ല. നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് പോലും പോകാൻ പറ്റില്ലായിരുന്നില്ല. പിന്നെയാണ് നിങ്ങൾ 12 പ്രാവശ്യം ചോദ്യം ചോദിക്കണം. നോ. നിങ്ങൾ അങ്ങനെ പറയല്ലേ, അങ്ങനെ ആക്കല്ലേ, അങ്ങനെ താരതമ്യം ചെയ്ത് നിങ്ങൾ അങ്ങനെ ആക്കല്ലേ. നിങ്ങൾ ഈ വിഷയം കേൾക്കണം. എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞു. ഞാൻ മറുപടി പറയേണ്ട സമയം തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം എനിക്കത് പഠിച്ചും മനസ്സിലാക്കിയിട്ട് പറയാൻ പാടില്ല. പെട്ടെന്നങ്ങ് പറയാൻ പറ്റില്ല. ഞാൻ അതിൻ്റെ സമയം തീരുമാനിക്കേണ്ടത് ഞാൻ. അതിനുള്ള അവകാശം എനിക്ക് തന്നെ. അത് നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കാം, അതിനുള്ള അവകാശം ഞാൻ എപ്പോഴും തരും. മനസ്സിലായല്ലോ? ആയതുകൊണ്ടാണല്ലോ പറയാൻ പോകുന്നത്. നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്, ഞാനാണ് തീരുമാനിക്കുന്നത്. അത്രേ എനിക്ക് അവകാശം വേണം. ഞാൻ പറയട്ടെ, ഞാൻ അതിന് ഉത്തരം പറഞ്ഞില്ലല്ലോ ചോദിച്ചതിന്. ഇതെന്താണ് സംഭവം? ഇതൊരു കേസ് ഓൾറെഡി കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ് ആണല്ലോ. അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് അവർ നടപടികൾ സ്വീകരിക്കുന്നത്. സംസ്ഥാന ഗവൺമെന്റ് ഇതിൻ്റെ അകത്ത് എന്ത് റോളാണുള്ളത്? ഒരു റോളും ഇല്ല. സംസ്ഥാന ഗവൺമെന്റ് ഞങ്ങളെ അറിയിച്ചിട്ട് പോലുമില്ല. പോലീസിനെ അറിയിച്ചിട്ടില്ല. അവരവിടെ നിന്ന് പിരിഞ്ഞു പോകാൻ നേരത്ത് പോലീസിനെ അറിയിച്ചിട്ടില്ല. ചെയ്ത എന്താണ്? ആഭ്യന്തര വകുപ്പ് ചെയ്ത് ഞാൻ ആഭ്യന്തരമന്ത്രിയെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. അദ്ദേഹമാണ് അവിടെ ആൾക്കൂട്ടം കൂടുന്നത് കണ്ടിട്ട് അവിടെ ഒരു ലോ ആൻഡ് ഓർഡർ സിറ്റുവേഷൻ ഉണ്ടാകരുത് എന്ന് കരുതി അങ്ങനെ ഒരു റെയ്ഡ് നടക്കുന്ന വിവരം ഗവൺമെന്റിനോ പോലീസിനോ അറിയില്ലാതിരുന്നിട്ടും അദ്ദേഹം പോലീസിനെ വിട്ട അദ്ദേഹമാണ്. കുറേ സംഘർഷങ്ങൾ ലഘൂകരിക്കാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ആ സമീപനം ശരിയാണോ? ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ആളുകളെ, സ്ത്രീകൾ ഉള്ള ആളുകളെ ഒരു സംഘം ക്രിമിനലുകളെന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കപ്പെടാവുന്ന ഒരു സംഘം ആക്രമിച്ച കാറ് തല്ലിപ്പൊളിക്കുന്നു, അതിനകത്തുള്ളവരെ മർദ്ദിക്കുന്നു. അത് ക്രമസമാധാന ലംഘനമാണ്, ഒഫൻസാണ്. അത് ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു സെൻട്രൽ ഏജൻസി വന്ന് അവരുടെ അന്വേഷണത്തിന്റെ ഭാഗമായി അവിടെ ഇതിൻ്റെ അകത്ത് നടന്നു. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ള ആരോപണം കൂടിയല്ലേ ഇത്? ഞങ്ങൾ കൂടി ഉന്നയിച്ചിട്ടുള്ള ഒരു ആരോപണമാണ്. ആ അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസിയെ കുറിച്ച് ഞങ്ങൾക്ക് പരാതി ഉണ്ടായിരുന്നു. 4 കൊല്ലം മുമ്പുണ്ടായ കേസാണ്. ഇതുവരെ ഒന്നും അവർ ചെയ്തിട്ടില്ല. ഈ അധികാരത്തിൽ നിന്ന് LDF ഗവൺമെന്റ് താഴെ ഇറങ്ങുന്നത് വരെ ഒന്നും ചെയ്തില്ല അവര്. പിന്നെ പ്രതിപക്ഷ നേതാവ് അദ്ദേഹം പുറത്തിറങ്ങി വന്നിട്ട് രാഹുൽ ഗാന്ധിയാണ് കുറ്റപ്പെടുത്തിയത്. രാഹുൽ ഗാന്ധിയാണ് റെയ്ഡിന് ആളെ വിട്ടത്. അദ്ദേഹം പ്രധാനമന്ത്രിയെയോ BJP നേതാക്കളെയോ BJP സർക്കാരിനെയോ ആരെയും കുറ്റപ്പെടുത്തിയില്ല, ഒരാളെ കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹം കുറ്റം പറയാനുണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിയാണ്. രാഹുൽ ഗാന്ധി എന്താ ചെയ്തത്? രാഹുൽ ഗാന്ധിക്കെതിരായി കേസ് വന്നപ്പോൾ അന്വേഷിക്കാൻ വന്ന ആളുകളുടെ വാഹനം കോൺഗ്രസ്സുകാരെ വിട്ട് തല്ലിപ്പൊളിക്കുകയാണ് ചെയ്ത്? അല്ല. അദ്ദേഹം 55 മണിക്കൂർ തുടർച്ചയായിരുന്നു, പല പ്രാവശ്യമായിട്ട് തുടർച്ചയായി ആ കേസുമായിട്ട് സഹകരിച്ചു. അത് രാഷ്ട്രീയമായി എടുത്തിരിക്കുന്ന ഒരു കേസാണ്
എന്നുള്ളതുകൊണ്ട് ഞങ്ങളതിനെ രാഷ്ട്രീയമായി എതിർത്തു. ഈ കേസ് എടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലെ ഒരു അംഗത്തിനെതിരായി കേസ് എടുത്തിരിക്കുന്നത് രാഷ്ട്രീയമാണെങ്കിൽ CPM-ന് രാഷ്ട്രീയമായി പ്രതിഷേധിക്കാം. ഞാൻ ചോദിക്കട്ടെ, അതിൻ്റെ തലേദിവസമല്ലേ ഈ കേസിലെ ഒരു കക്ഷി കോടതിയിൽ പോയപ്പോൾ കോടതി ആ അന്വേഷണം നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെട്ട് കോടതി പോയപ്പോൾ ആ പെറ്റീഷൻ തള്ളി അന്വേഷണം തുടരണമെന്ന് ഏജൻസിയോട് ആവശ്യപ്പെട്ടത്? അപ്പം നിയമപരമായ വഴിയല്ലേ ഇത്? നിയമപരമായ വഴിയല്ലേ അന്വേഷണം ഉള്ളത്? അപ്പം ഞങ്ങൾ എങ്ങനെയാണ് ഈ റെയ്ഡ് നടത്തിയതിനെയും ഈ അന്വേഷണം നടക്കുന്നതിനെയും വിമർശിക്കാൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് എന്താ അധികാരമുള്ളത്? ഞങ്ങൾക്ക് അങ്ങനെ പറയാമോ? ഞങ്ങളങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരു കേന്ദ്ര ഏജൻസി അന്വേഷണം നടക്കുന്ന കേസിൽ, കോടതി അനുവദിച്ച് അന്വേഷണം നടക്കുന്ന കേസിൽ ആ അന്വേഷണം നടത്താൻ പാടില്ല, അന്വേഷണം ഇങ്ങനെ വേണം, അന്വേഷിക്കേണ്ടത് ഇങ്ങനെയാണ് എന്ന് ഞങ്ങൾക്ക് പറയാമോ? ഞങ്ങൾ അതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി ആണോ? ഞാൻ വളരെ ജെന്യൂനായിട്ട് ചോദിക്കുകയാണ് നിങ്ങളോട്. ഞങ്ങളതിൻ്റെ കോമ്പീറ്റൻ്റ് അതോറിറ്റി അല്ല. ഞങ്ങൾക്ക് അതിൻ്റെ അകത്തില്ല. ഞങ്ങൾക്ക് ക്രമസമാധാന പ്രശ്നം ഉണ്ടായാൽ അതിൻ്റെ അകത്ത് ഇടപെട്ടു ശക്തിയായ നടപടികൾ സ്വീകരിക്കും. അത് തെറ്റാണ്. അത് ആവർത്തിക്കാൻ പാടില്ല. അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാൻ പാടില്ല. ഗുരുതരമായ കുറ്റകൃത്യമാണ് അവിടെ നടന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുകയും അവരുടെ വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തത് ഗുരുതരമായ കുറ്റകൃത്യമാണ്. അത് ആവർത്തിക്കപ്പെടാൻ പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം. ഞങ്ങൾക്ക് നിലപാടുണ്ട് അതിൻ്റെ അകത്ത്.